ഞാൻ SAP വന്നിട്ട് ഇപ്പോൾ ഏകദേശം 10 വർഷമായി. ഞാൻ ആദ്യം ഒരു ടീച്ചറായിട്ടാണ് SAP എൻ്റർ ചെയ്യുന്നത്. ഒരു പാർട്ട് ടൈം ജോബ് നോക്കുകയായിരുന്നു. മോള് ചെറുതായിരുന്നു, അപ്പോൾ മോളെയും ടേക്ക് കെയർ ചെയ്ത് ഒരു പാർട്ട് ടൈം ജോബ് നോക്കുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു കിട്ടിയൊരു ബെറ്റർ ഓപ്ഷനായിരുന്നു SAP ടീച്ചറായിട്ട് ജോയിൻ ചെയ്യുക. സാറ്റർഡേ സൺഡേ മാത്രം വർക്ക് ചെയ്താൽ മതി. ഞാൻ ആദ്യം SAP വരുമ്പോൾ ഒരൊറ്റ ബാച്ച് എടുക്കാം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് വന്നത്. പക്ഷേ ഗ്രാജുവലി ഞാൻ സാറ്റർഡേയും സൺഡേ ത്രൂ ഔട്ട് ബാച്ച് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒരുപാട് ഈ ഒരു ജോബ് ഇഷ്ടപ്പെട്ട് തുടങ്ങി. കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതും നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാറ്റം കണ്ടു തുടങ്ങുമ്പോൾ, നമ്മളിലൂടെ ഒരു കുഞ്ഞിന് ഒരു ചേഞ്ചസ് ഫീൽ ചെയ്യുമ്പോൾ അത് തരുന്ന ഒരു സന്തോഷം വളരെ വലുതാണ്. അപ്പോൾ അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് തുടങ്ങിയായിരുന്നു. പിന്നെ ത്രൂ ഔട്ട് ഈ ജേർണി കണ്ടിന്യൂ ചെയ്ത് വന്നതിന് ശേഷം സ്വന്തമായിട്ടൊരു ഫ്രാഞ്ചൈസി എടുത്ത് നടത്തണമെന്ന് തോന്നി. അങ്ങനെ ഇപ്പോൾ 1 year ആയിട്ട് ഞാനൊരു ഫ്രാഞ്ചൈസി റൺ ചെയ്യുകയാണ്. ഫസ്റ്റ് ഞാൻ ഫീൽ ചെയ്ത ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, ഞാൻ ഓൾമോസ്റ്റ് ഒരു 15 yearsോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പല കമ്പനിയിലും. അപ്പോഴൊക്കെ നമ്മൾ ഒരാളുടെ നിന്ന് സാലറി മേടിച്ച് വർക്ക് ചെയ്ത് ഞാനിപ്പോൾ ഒരു 10-12 പേർക്ക് സാലറി കൊടുക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് എന്നിൽ കണ്ട ആദ്യത്തെ ഒരു ചേഞ്ചാണ്. പിന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം, വർക്കിംഗ് ഫ്രീഡം ഉണ്ട്, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്. അത് വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നുണ്ട്. നമ്മൾ എവിടെ പോയാലും നമ്മളെ ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ക്രൗഡിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു പാരൻറ്റോ കുട്ടിയോ എവിടെ പോയാലും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയൊരു റെക്കഗ്നൈസേഷൻ കിട്ടുന്നത് ഭയങ്കര നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം. നമ്മളെ ആളുകൾ തിരിച്ചറിയുന്നു, മാം എന്ന് വിളിച്ച് നമ്മളോട് സംസാരിക്കുന്നു. അപ്പോൾ ആ പറയുന്ന ആൾക്കാർക്ക് പലരും ഹൈ പൊസിഷനിൽ ഇരിക്കുന്നവരായിരിക്കാം. അപ്പോൾ അവർ നമ്മളോട് പെരുമാറുമ്പോൾ നമ്മളോട് ഉണ്ടാക്കുന്ന ഒരു അപ്രോച്ച് ചെയ്യുന്ന രീതി, അതെല്ലാം ഈ SAP എന്ന് പറയുന്ന ഈ ഒരു ഫേമിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ആക്ച്വലി നമുക്ക് ഈ ഒരു സെൻറ്റർ എന്ന് പറയുമ്പോൾ എനിക്ക് ഒറ്റയ്ക്കും ഞാൻ മാത്രം വിചാരിച്ചാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതല്ല. ഒരു ടീം വർക്കാണ്. ഒരു സെൻറ്റർ കോർഡിനേറ്ററും നമ്മുടെ പുറകിലെ CAസും എല്ലാവരും കൂടെ ചേർന്ന് ബിൽഡ് ചെയ്തതാണ്. പിന്നെ ഞാൻ അവരുടെ ഒപ്പം എല്ലാ കാര്യത്തിനും ഞാൻ ത്രൂ ഔട്ട് അവരുടെ ഒപ്പം നിൽക്കാറുണ്ട്. ഒരു വേർതിരിവില്ലാണ്ട് ടീച്ചറിനോടാണെങ്കിലും സെൻറ്റർ കോർഡിനേറ്ററിനോടാണെങ്കിലും ഞങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അവർ തന്നെ നമ്മളോട് സജസ്റ്റ് ചെയ്യാറുണ്ട്. മാം നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം, ക്ലാസ്സസ് നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ള കാര്യം അവർക്ക് എന്നോട് എന്ത് സജഷനും ഓപ്പണായിട്ട് എന്നോട് പറയാനായിട്ടുള്ളൊരു ഫ്രീഡം ഞങ്ങൾ തമ്മിലുണ്ട്. പിന്നെ ഞാൻ എല്ലാ ദിവസവും സെൻറ്ററിൽ പോവാറുണ്ട്, എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യാറുണ്ട്. എനിക്കാണെങ്കിൽ യാതൊരുവിധ ബിസിനസ് ബാക്ക്ഗ്രൗണ്ടും ഇല്ല. അങ്ങനെയാണ് ഞാൻ SAP വരുന്നത്. SAP ഭാഗത്തു നിന്നുണ്ടായ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലിയ സപ്പോർട്ടാണ് SAP ഭാഗത്തു നിന്നുണ്ടായത്. നമുക്കിപ്പോൾ സെയിൽസിനാണെങ്കിലും മാർക്കറ്റിങ്ങിലാണെങ്കിലും സോഫ്റ്റ്വെയറിനാണെങ്കിലും ഓരോന്നിനും ഒരു പ്രത്യേക ടീമും ഉണ്ട്. അവർ ഞങ്ങളെ നന്നായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ എന്തൊരു പ്രോബ്ലം ഉണ്ടെങ്കിലും അതിനൊരു സൊല്യൂഷൻ എപ്പോഴും അവരുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ SAP ഭാഗത്തു നിന്ന് കിട്ടിയ ആ ഒരു ഗൈഡൻസ്, അവരെന്താണോ പറയുന്നത് ആ ഒരു വേയിലൂടെ തന്നെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അത് തന്നെയാണ് എൻ്റെ സക്സസിൻ്റെ മെയിൻ ഒരു റീസണും. SAP എന്ന് പറയുന്നത് 21 വർഷമായിട്ടുള്ള ഒരു ഓർഗനൈസേഷനായിരുന്നു. അപ്പോൾ എനിക്ക് അവരുടെ ബിസിനസ്സിലുള്ള ഒരു ട്രസ്റ്റ് കാരണമാണ് ഞാൻ ഇതിലോട്ട് എൻ്റർ ചെയ്യുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ അവരുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തതിലൂടെ എനിക്കൊരു സക്സസ്ഫുൾ ഫ്രാഞ്ചൈസി എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. ഒരു വുമൺ ഓൺട്രപ്രനർ എന്ന നിലയ്ക്ക് എനിക്ക് ലൈഫിൽ സക്സസ് ആക്കി എന്നെ ഹെൽപ്പ് ചെയ്തത് SAP അബാക്കസ് ആണ്. നിങ്ങളൊരു ബിസിനസ് നോക്കുന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും SAP അബാക്കസ്.